കോൺഗ്രസിനുള്ളിൽ നേതൃത്വത്തിൽ മുതൽ അണികൾക്കിടയിൽ വരെ ചേരിപ്പോരും ഭിന്നതയുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങളും സംഘടനയെ നന്നെ ഉലയ്ക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നേതൃത്വത്തിൽ മുതൽ അണികളിൽ വരെ കോൺഗ്രസിലെ പൊട്ടിത്തെറി പ്രകടമാണ്. ഇപ്പോഴിതാ മറ്റൊരു പുതിയ പ്രശ്നം കൂടി തലപൊക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ കാരണം വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ ഒരു കൂട്ടരാജിയിലേക്കാണ് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. നേതാക്കളെല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോകും എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. MK രാഘവനെതിരെയുള്ള കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നേതാക്കൾ രാജിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. മാടായി കോളേജിൽ MK രാഘവൻ MP കോഴ വാങ്ങി നിയമനം നടത്താൻ ശ്രമിച്ചെന്ന കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ ആരോപണത്തിന് പിന്നാലെ കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി രൂപപ്പെട്ടിരുന്നു. MK രാഘവൻ MP കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തടഞ്ഞ സംഭവത്തിൽ സ്വീകരിച്ച അച്ചടക്ക നടപടിയെ തുടർന്നാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് അടക്കം നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിന് ശേഷം കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടരാജി കൂടി സംഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും വലിയൊരു ആഘാതം തന്നെയാണ് കോൺഗ്രസിൽ സൃഷ്ടിക്കുക. കോൺഗ്രസ് ഭരിക്കുന്ന മാടായി കോളേജിൽ കോഴ വാങ്ങി CPM ബന്ധമുള്ള അധ്യാപകനെ നിയമിക്കാൻ ശ്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു MK രാഘവനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി MK രാഘവനെ വഴിയിൽ തടഞ്ഞിരുന്നു. തുടർന്ന് 4 പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്നും ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന തീരുമാനം നടപ്പിലാവാതെ വന്നതോടെയാണ് പ്രവർത്തകർ കൂട്ടരാജിക്കായി ഒരുങ്ങുന്നത്. ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവർക്കെതിരെയായിരുന്നു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായാണ് കണ്ണൂർ DCC അറിയിച്ചിരുന്നത്. തുടർന്ന് നടന്ന ചർച്ചയിൽ സസ്പെൻഷൻ പിൻവലിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നു. എന്നാൽ തീരുമാനം നടപ്പാക്കാൻ വൈകിയതോടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം രാജ്യസന്നദ്ധത അറിയിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ കീഴിലാണ് മാടായി കോളേജ്. ഇവിടെ CPM ബന്ധമുള്ള അധ്യാപകനെ MK രാഘവൻ MP കോഴ വാങ്ങി നിയമിക്കാൻ ശ്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു MPക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയത്. പോലീസ് എത്തിയായിരുന്നു പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. കല്യാശ്ശേരി, പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടാണ് കോളേജിൽ CPM ബന്ധമുള്ള അധ്യാപകനെ നിയമിക്കാനായി MP നീക്കം നടത്തുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആരോപിച്ചു. എന്തായാലും ഒരു കൂട്ടരാജി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് താങ്ങാൻ കഴിയില്ല. രാജ്യസന്നദ്ധത അറിയിച്ചവരെ അനുനയിപ്പിക്കാനായുള്ള നീക്കങ്ങൾ നേതൃത്വം സ്വീകരിക്കുമോ എന്നത് കണ്ടറിയണം.